AV അനിൽകുമാർ എന്ന മോഹൻലാലിന്റെ അമ്മയുടെ ഘാതകൻ. കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാജവാർത്തകൾ സൃഷ്ടിക്കുകയും നാടിനും നാട്ടുകാർക്കുമെതിരെ നുണവാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുകയും മാധ്യമങ്ങളെക്കുറിച്ച് സുദീർഘമായി ക്ലാസും എടുത്തു പോയ അടുത്ത ദിവസം തന്നെ പുറത്തിറങ്ങിയ ദേശാഭിമാനി പത്രത്തിലാണ് കവിയൂർ പൊന്നമ്മയുടെ നിര്യാണ വാർത്തയ്ക്കൊപ്പം മോഹൻലാലിന്റെ പേരിൽ വ്യാജ അനുസ്മരണക്കുറിപ്പ് പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിന്റെ മാതാവിനെ വകവരുത്തിയത്. അമ്മ പൊന്നമ്മ എന്ന തലക്കെട്ടിൽ മോഹൻലാലിന്റെ ബൈലൈൻ വെച്ചെഴുതിയ കുറിപ്പിലെ ഒരു ഭാഗം ഇതാണ്: രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ തന്നെ യാത്ര പറഞ്ഞുപോയി. ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു എന്ന്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 10 കൊച്ചിയിൽ നടന്ന മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ വാർത്ത ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വന്നതുപോലും ദേശാഭിമാനിയിൽ ഇരുന്ന് കള്ളക്കുറിപ്പ് തയ്യാറാക്കിയ ഈ സീനിയർ ന്യൂസ് എഡിറ്റർ കണ്ടില്ല. ഇവനൊന്നും പത്രം പോലും വായിക്കില്ല എന്ന് പറയുന്നതിന്റെ തെളിവാണിത്. ദേശാഭിമാനി ഒഴികെ മറ്റു പത്രങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിൽ എഴുതിയ ആ കുറിപ്പാണ് അനുസ്മരണമായി കൊടുത്തത്. ഒരു എക്സ്ക്ലൂസീവ് 2 വിട്ടുകൊണ്ട് തയ്യാറാക്കിയതിൽ വന്നതിന്റെ കൈപ്പിഴയാണെന്നാണ് ദേശാഭിമാനിയിൽ ഉള്ളവർ തന്നെ പറഞ്ഞത്. പറ്റിപ്പോയ അബദ്ധം ഏറ്റുപറയുന്നതിന് പകരം ഇതും ഞങ്ങളുടെ ചെറിയൊരു നമ്പറാണ് എന്ന ഭാവത്തിൽ വിചിത്രമായ ഒരു ഖേദമാണ് ദേശാഭിമാനി ഇന്നലെ പത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. പത്രത്തിന്റെ ഒരു മൂലയിൽ ആരുടെയും കണ്ണിൽപ്പെടാത്ത വിധം ഒരു ഖേദക്കുറിപ്പ് കൊടുത്തത് ഇപ്രകാരമാണ്: നടി കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച് ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായ പിശകുകൾ സംഭവിച്ചതിൽ നിർവ്യാജം ഖേദിക്കുന്നു പത്രാധിപർ. നടൻ മോഹൻലാലിന്റെ അമ്മയെ ഒന്ന് നേരത്തെ കൊന്നു എന്ന ചെറിയ പിശക് സംഭവിച്ചത് എങ്ങനെയെന്നോ ആർക്കാണ് പിഴ പറ്റിയതെന്നോ ഒരു സൂചന പോലും ആ ഖേദക്കുറിപ്പിൽ ഇല്ല. മോഹൻലാലിനെ പോലെയുള്ള ഒരാളുടെ പേര് വെച്ച് ഇത്തരമൊരു വ്യാജക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാനിടയായത് എങ്ങനെയെന്നറിയുവാനുള്ള വായനക്കാരുടെ ആ ന്യായമായ അവകാശത്തെ പോലും പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ദേശാഭിമാനി ആളെ കൊല്ലുന്നതും അബദ്ധങ്ങൾ തട്ടിവിടുന്നതും ഇതാദ്യമായല്ല എന്ന് പത്രം വായിക്കുന്ന എല്ലാവർക്കും നന്നായി അറിയാം. മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററും ജനതാദൾ നേതാവുമായിരുന്ന MP വീരേന്ദ്രകുമാർ ഇടതുമുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന കാലത്ത് ദേശാഭിമാനിയിൽ ഭൂമി പിടിക്കുവാൻ മാതൃഭൂമി എന്നൊരു പരമ്പര പ്രസിദ്ധീകരിച്ചിരുന്നു. CPM-ൽ വിഭാഗീയത കത്തി നിന്ന കാലത്ത് VS-നൊപ്പമായിരുന്നു മാതൃഭൂമി എന്നതും ഈ പരമ്പരയ്ക്ക് ഒരു കാരണമായിരുന്നു. പരമ്പരയുടെ ഭാഗമായി 2007 ജൂലൈ 15 പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ MP വീരേന്ദ്രകുമാർ തന്റെ സഹോദരി MP സുശീലാദേവിയുടെ ഭൂമി തട്ടിയെടുത്തെന്നും അവർ അർബുദ രോഗബാധിതയായി മരിച്ചുവെന്നുമായിരുന്നു TK രമേശ് ബാബു എഴുതിയ വാർത്ത. പിറ്റേന്ന് മാതൃഭൂമിയിൽ സുശീലാദേവിയുടെ വിശദമായ ഒരു പ്രസ്താവന വന്നു. രോഗബാധിതയായിരുന്നു എങ്കിലും ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നതാണ് അതിലെ വസ്തുത. വീരേന്ദ്രകുമാറിന്റെ സ്നേഹപൂർണമായ പരിചരണവും അദ്ദേഹം ലഭ്യമാക്കിയ വിദഗ്ധ ചികിത്സയുമാണ് അതിന് കാരണം. എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബബന്ധം തകർക്കുവാനുള്ള ശ്രമം എന്തിനു വേണ്ടിയാണ്? ഈ പകവീട്ടലും അപവാദ പ്രചരണവും അവസാനിപ്പിക്കുവാൻ ദേശാഭിമാനി തയ്യാറാകണം. ഉന്നത ധാർമ്മിക മൂല്യങ്ങളും പത്രപ്രവർത്തന നിലവാരവും ഒന്നും ഞങ്ങൾ ദേശാഭിമാനി എന്ന പത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഇതുപോലെയുള്ള നാറിത്തരങ്ങൾ എഴുതിപ്പിടിപ്പിക്കരുത് എന്നതായിരുന്നു സുശീലാദേവി ദേശാഭിമാനിക്കെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ചത്. മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ കഴിഞ്ഞ വർഷം ഇടുക്കി അടിമാലി സ്വദേശികളായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ചട്ടിയുമേന്തി യാചനാ സമരം നടത്തിയതിനെതിരെ സ്വീകരിച്ച നിലപാടും ദേശാഭിമാനിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയതാണ്. മറിയക്കുട്ടിയുടെ മക്കൾ വിദേശത്താണെന്നും ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെന്നും സമരം തട്ടിപ്പാണെന്ന് സ്ഥാപിക്കുവാൻ ദേശാഭിമാനി അങ്ങ് എഴുതിപ്പിടിപ്പിച്ചു. എന്നാൽ തനിക്കുണ്ടെന്ന് ദേശാഭിമാനി പറയുന്ന ആ ഭൂമി കണ്ടെത്തി തരണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് അധികാരികളെയും കോടതിയെയും സമീപിച്ചതോടെ വിവാദമായി. അതോടെ ഖേദം പ്രകടിപ്പിച്ച് ദേശാഭിമാനി തടിയൂരി. ഇനി നമുക്ക് മോഹൻലാലിന്റെ അമ്മയെ പരേതയാക്കിയ ദേശാഭിമാനിയിലെ ആ മുതൽ ആരാണെന്ന് നോക്കാം. ആ മിടുക്കൻ മറ്റാരുമല്ല, ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മേധാവിയും സീനിയർ ന്യൂസ് എഡിറ്ററുമായ AV അനിൽകുമാറാണ് ആ മുതൽ. ദേശാഭിമാനി ഫീച്ചർ ഡെസ്കിന് ചുമതല വഹിച്ചിരുന്ന അനിൽകുമാർ സ്വന്തമായി എഴുതി പിടിപ്പിച്ച കുറിപ്പിന് മോഹൻലാലിന്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിന്റെ പേര് വെച്ചതാണെന്ന് പത്രമാനേജ്മെന്റും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും കണ്ടെത്തുകയും അങ്ങനെ മോഹൻലാലിന്റെ മാതാവിന്റെ ആ ഘാതകനെ അവർ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. മാധ്യമങ്ങളുടെ നുണപ്രചരണത്തിനെതിരെ ദേശാഭിമാനിയും പാർട്ടിയും അരയും തലയും മുറുക്കി രംഗത്ത് വന്ന സമയത്ത് തന്നെ CPM മുഖപത്രത്തിലിരുന്ന് സെൽഫ് ഗോൾ അടിച്ച സീനിയർ എഡിറ്ററുടെ മണ്ടത്തരം വലിയ തിരിച്ചടിയായതായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത്.
ഇനിയും ആരെയും കൊല്ലരുത് എന്ന മുന്നറിയിപ്പോടെ അനിൽകുമാറിന് പകരക്കാരനായി കണ്ണൂർ ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പി സുരേശന് യൂണിറ്റിന്റെ ചുമതല നൽകി. ഇനി AB അനിൽകുമാർ എന്ന ഈ മുതല് ആരാണെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ വല്ലപ്പോഴുമെങ്കിലും പത്രം വായിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ട്രെയിനി പോലും ഇത്രയും മണ്ടത്തരം കാണിക്കില്ല. പത്രങ്ങളിൽ പല പ്രമുഖരുടെയും പേരിൽ വരുന്ന അനുസ്മരണങ്ങളും കുറിപ്പുകളും ഒന്നും അവർ സ്വന്തമായി എഴുതുന്നതല്ല, ഡെസ്കിലുള്ള ആരെങ്കിലും എഴുതുന്നതാണെന്ന് സാമാന്യം ബോധമുള്ള എല്ലാവർക്കും അറിയാം. ഇത് ചിലപ്പോൾ ലാലിനോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ ചെറിയൊരു സാധനം ലാലിന്റെ പേരിൽ നാളെ പൂശുന്നുണ്ട്, വേണ്ട പോലെ കൈകാര്യം ചെയ്താക്കാമെന്ന്. പക്ഷേ ലാലിനെ അടുത്ത ദിവസം ശരിക്കും ഞെട്ടിക്കണം എന്ന് വിചാരിച്ചായിരിക്കാം ആശാൻ അനുസ്മരണം തയ്യാറാക്കിയത്. പക്ഷേ പതിവിൽ കൂടുതൽ ചെന്നതുകൊണ്ടാവണം ഇത്തരം ഒരു അബദ്ധം പറ്റിയത്. സംഗതി നാറ്റക്കേസായപ്പോൾ മുഖം രക്ഷിക്കുവാൻ ഇതേ മാർഗം കണ്ടുള്ളൂ. ഇത് വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്നുമായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ അവന്റെ കാര്യം തീർന്നേനെ. എന്നാൽ ഈ മണ്ടത്തരം കാണിച്ച മഹാൻ AB അനിൽകുമാർ ചെറിയൊരു പുള്ളിയല്ല. CPM മുഖപത്രത്തിലെ സൈദ്ധാന്തിക പരിവേഷമുള്ള കാസ്ട്രോയുടെ ഷട്ടുമൊക്കിട്ട് നടക്കുന്ന ഒരു മുതലാണ്. EMSന്റെ ജീവചരിത്രം ഉൾപ്പെടെ ക്യാപ്റ്റനെ കളത്തൽ ഉൾപ്പെടെ 80ഓളം പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് പോലും. മാത്രമല്ല ചിന്താമാസികയുടെ ചുമതലയും വഹിച്ചിരുന്നു. പത്രങ്ങളിൽ പല ദിവസങ്ങളിലും മുഖപ്രസംഗമൊക്കെ തട്ടിവിടുന്ന ആളുമാണ്. ഗാസയിലെ വെടിയൊച്ചയെക്കുറിച്ച് രചന നിർവഹിക്കുമ്പോഴും മലയാളികളുടെ ഷക്കീലയെക്കുറിച്ചും ഇദ്ദേഹം പുസ്തകം രചിച്ചിട്ടുണ്ട്. അതുപോലെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ശക്തിയായി വിമർശിക്കുമ്പോഴും ഇംഗ്ലണ്ടിൽ തന്റെ മകൾ സായിപ്പിന്റെ ആശുപത്രിയിൽ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നതിന്റെ ചിത്രവും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ദശാഭേദത്തിൽ ദിശാബോധത്തിന്റെ അക്ഷരജ്വാലകൾ എന്നാണ് മോഡി ബ്രാൻഡും കീറിപ്പറഞ്ഞ പാതകവും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു കമ്മിശ്രേഷ്ഠൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റു 2 ഉത്കൃഷ്ട കൃതികളാണ് പൂച്ചയുടെ കണ്ണിൽ സമയം നോക്കുന്നവൻ, പിന്നെ തോക്കു വാങ്ങാൻ കലപ്പ വിറ്റവർ എന്നതും. ഒടുവിൽ അത് അറമ്പറ്റി ഇങ്ങനെയായി, റീച്ച് കൂട്ടാൻ അമ്മയുടെ ഘാതകനായി. എന്നാലും ഇത് വല്ലാത്തൊരു അനുസ്മരണമായി പോയ എൻ്റെ അനിലേട്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.